റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് സിവിൽ സർവീസ് നേടാൻ വേണ്ടി സാധിക്കുമോ? ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഭാഷ് ചന്ദ്ര ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സബ്ജക്റ്റാണ്. എല്ലാവരും ഇന്ത്യയിലെ ഏതൊരാളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിനേഷനാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്നുള്ളത്. ഈ എക്സാമിനേഷനെ കുറിച്ചിട്ട് നമുക്ക് ഒരുപാട് പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. ഒരുപാട് മിത്തുകളും ഇതിനെക്കുറിച്ചിട്ട് പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അവിടെയുള്ള ഒരു മരത്തിന്റെ ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് സിവിൽ സർവീസ് പരീക്ഷ പാസ്സാകാൻ വേണ്ടി സാധിക്കുമോ? നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായ ഒരു വ്യക്തിയുണ്ട്. അത് നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാട്ടിലാണ്. റൊണാൾഡ് റോസ് എന്ന് പറയുന്ന 2006 സിവിൽ സർവീസ് നേടിയ ഇന്ത്യയിലെ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടൊരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ കഥ നമ്മളെ സംബന്ധിച്ച്, ഏതൊരു കുട്ടിയെ സംബന്ധിച്ചും വളരെ മോട്ടിവേഷൻ ആയിട്ടുള്ള സ്റ്റോറിയാണ്. നമുക്കറിയാം, സിവിൽ സർവീസ് എന്നുള്ള പരീക്ഷയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് അതിൻ്റെ വളരെ കഠിനമായിട്ടുള്ള എക്സാംസുകളും അതിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ചിട്ടൊക്കെയാണ്. പക്ഷെ റൊണാൾഡ് റോസ് എന്ന വ്യക്തി ആക്ച്വലി 10ാം ക്ലാസ് പാസ്സായ ശേഷം റെയിൽവേ നടത്തുന്ന RRB നടത്തുന്ന ഒരു വൊക്കേഷണൽ കൊമേഴ്സ്യൽ കോഴ്സ് എക്സാം പാസ്സായിട്ട് അദ്ദേഹം തമിഴ്നാട്ടിലെ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷൻ ജോലിക്ക് പ്രവേശിക്കുകയാണ്. ആഫ്റ്റർ 10th ആണെന്ന് ആലോചിക്കണം. അന്ന് അദ്ദേഹത്തിൻ്റെ പ്രായം 17 വയസ്സാണ്. 17 വയസ്സിൽ അദ്ദേഹം ഒരു ജോലി പ്രവേശിക്കുന്നു. 7 വർഷക്കാലം അദ്ദേഹം അവിടെ ജോലി ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ലൈഫ് മറിച്ച 7 വർഷമായിരുന്നു അത്. അതിൻ്റെ കാരണം, അദ്ദേഹം അന്ന് ഈ ഏറ്റവും ഏർലി സ്റ്റേജിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരത്തിലൊരു ജോലി പ്രവേശിക്കുകയും ആ ജോലി പ്രവേശിച്ചപ്പോൾ വളരെ മിനിമൽ ഒരു സാലറിയാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം ജനങ്ങളുമായിട്ട് നിരന്തരമായിട്ട് അദ്ദേഹം ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായി അദ്ദേഹത്തിന്. ജനങ്ങളുടെ നമുക്കറിയാം, സ്റ്റേഷനിലേക്ക് വരുന്ന ആൾക്കാർ പലതരത്തിലുള്ള ആൾക്കാരാണ്. അവർ ദിവസേന കണ്ടുമുട്ടുകയും രാവിലെ മുതൽ രാത്രി 12 മണി വരെ നീളുന്ന അദ്ദേഹത്തിൻ്റെ ജോലിക്കിടയിൽ അവസാനത്തെ ട്രെയിനും കൂടെ പോകുന്നതുവരെ അദ്ദേഹത്തിൻ്റെ ജോലി നീളുന്നതായിരുന്നു. അതിനുശേഷം റൊണാൾഡ് റോസ് ബാക്കിയുള്ള സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഡിഗ്രി പഠനത്തിന് വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചത്. അദ്ദേഹം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം BCom പാസ്സായി. ഈ BCom പാസ്സാകുന്ന കഥ വളരെ രസമാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ചിട്ട് ഇതിൻ്റെ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ അദ്ദേഹം പഠിക്കുന്നത്, കോൺടാക്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള അവസരമൊന്നും കിട്ടുന്നില്ല. അദ്ദേഹം ജസ്റ്റ് പരീക്ഷയ്ക്ക് പോകും, എഴുതും, അദ്ദേഹം തിരിച്ചു വരും. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ രീതികൾ. അങ്ങനെ അദ്ദേഹം BCom പാസ്സാവുന്നു. ഈ BCom പാസ്സായ ശേഷം അദ്ദേഹത്തിന് പിന്നീട് ആ ഇടയിലാണ് ഈ ഒഡീഷയിൽ ആക്ച്വലി ഒരു സൂപ്പർ സൈക്ലോൺ ഉണ്ടാവുന്നത്. 1998 ഈ സൈക്ലോണിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് അവിടെയുള്ള കമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹം ഉണ്ടാവുകയും അദ്ദേഹം അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സോഷ്യലായിട്ടുള്ള ജനങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കുന്നു, ഈ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ വർക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല സ്പേസ് എന്ന് പറയുന്നത് സിവിൽ സർവീസ് ആണുള്ളത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറുകയാണ് ഈ ഒഡീഷയിൽ ഉണ്ടായിട്ടുള്ള സൂപ്പർ സൈക്ലോൺ. അതിനുശേഷം അദ്ദേഹം സിവിൽ സർവീസിന് പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിന് 7 ദിവസം ജോലിയുണ്ട്. ഈ ജോലിക്കിടയിൽ അദ്ദേഹത്തിന് വേറെ പഠിക്കാനുള്ള സമയമില്ല. രാത്രി 12 മണി വരെ അദ്ദേഹത്തിന് ഈ ജോലിയിൽ തന്നെ മുഴുകണം. അപ്പൊ അതിനുശേഷമുള്ള ഈ 12 മണിക്ക് ശേഷം അദ്ദേഹം പുലർച്ചെ വരെ വരുന്ന സമയത്ത് അദ്ദേഹം സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുകയാണ്. അങ്ങനെ അദ്ദേഹം സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്നു. 2006 എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം സിവിൽ സർവീസിന്റെ പരീക്ഷ പാസ്സാവുന്നു. ഇതാണ് റൊണാൾഡ് റോസ് എന്ന് പറയുന്ന നിലവിൽ തെലങ്കാനയുടെ സെക്രട്ടറി പോസ്റ്റിൽ ഇരിക്കുന്ന നമ്മളെല്ലാവരും അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റോറി. ഈ സ്റ്റോറി ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇത് വളരെ ഇൻസ്പിറേഷനിലും വളരെ മോട്ടിവേഷനായിട്ടുള്ള സ്റ്റോറിയാണ്. നമ്മളെ സംബന്ധിച്ച് സിവിൽ സർവീസിന് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് ഒരുപാട് സംശയങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാവും. എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിൽ പഠിക്കണം, എത്ര മണിക്കൂർ പഠിക്കണം. പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയും. 6 മണിക്കൂറും 8 മണിക്കൂറും 10 മണിക്കൂറും 12 മണിക്കൂറും മറ്റൊന്നും ചെയ്യാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല മിത്തുകൾ നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നുണ്ട്. ഇതിനൊക്കെ എഗനസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ആക്ച്വലി റൊണാൾഡ് റോസിൻ്റെ സ്റ്റോറി. അദ്ദേഹം പറയുന്നത് തന്നെ നമ്മൾ കോട്ട് ചെയ്താൽ, അദ്ദേഹം പറയുന്നത് വളരെ ക്വാളിറ്റി ഉള്ള ഒരു ടൈം മാത്രം നമ്മൾ പഠിച്ചാൽ നമുക്ക് സിവിൽ സർവീസ് ലഭിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് 6 മണിക്കൂറോ 10 മണിക്കൂറോ 12 മണിക്കൂറോ ഒന്നും ഏതൊരു കാര്യം പഠിക്കുന്നതിന് നിങ്ങൾക്ക് പൂർണ്ണമായ ഒരു ക്വാളിറ്റി ടൈം അഷ്യൂർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. എത്ര അറ്റൻഷൻ ടൈമുള്ള ആളാണെങ്കിലും അദ്ദേഹത്തിന് ഇത്രയും ടൈമൊന്നും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് അത്ര എളുപ്പത്തിലുള്ള കാര്യമല്ല, അത് സാധ്യമാവാത്തൊരു കാര്യമാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ക്വാളിറ്റി ടൈം നമ്മൾ കൊടുത്ത് ഒരു 4 മണിക്കൂറോ 5 മണിക്കൂറോ
വളരെ കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ സിവിൽ സർവീസ് ഒക്കെ ലഭിക്കുന്നത് ആർക്കാണ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വശം എന്ന് പറയുന്നത് UPSC എത്തരം ആൾക്കാരെയാണ് ഇത്തരം പോസ്റ്റുകളിലേക്ക് അപ്പോയിന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇത്തരം കാര്യത്തിലുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് ശരിക്കും ഈ UPSC അല്ലെങ്കിൽ സിവിൽ സർവീസ് പരീക്ഷ എഴുതിയ ശേഷം നമുക്ക് ലഭിക്കുന്ന ഈ പോസ്റ്റിന്റെ പ്രത്യേകത? ശരിക്കും ആരാണ് ഇവര്? ശരിക്കും ഇവർ ഒരു പോളിസി മേക്കേഴ്സ് ആണ് അല്ലേ? നമ്മുടെ രാജ്യത്തിന്റെ തന്നെ പോളിസി മേക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ശരിക്കും നമ്മുടെ ഈ സിവിൽ സർവീസ് രംഗത്തുള്ള ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല പേഷ്യൻസ് ഉള്ള, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ക്ഷമയോടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ഇത്തരം പോസ്റ്റുകളിലേക്ക് വരേണ്ടത് എന്നുള്ള കാര്യത്തിൽ UPSCക്ക് യാതൊരു ഡൗട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് ആ രീതിയിലാണ് നിലവിൽ ക്രമീകരിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ ഒരു സ്റ്റീൽ ഫ്രെയിമാണ് ആക്ച്വലി സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ. നമുക്കറിയാം നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് ഒരു ഭാഗത്ത് രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റുകൾ, മറ്റൊരു ഭാഗത്ത് അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ആ പോളിസി നടപ്പിലാക്കാനുള്ള ഇത്തരത്തിലുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ. ഈ ഗവൺമെന്റുകളിൽ വരുന്ന കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടേയിരിക്കും, ഗവൺമെന്റുകൾ മാറി മാറി വരാം. പക്ഷെ ഇപ്പുറത്ത് വരുന്ന സിസ്റ്റം എന്ന് പറയുന്നത് മാറുന്നതല്ല, അതൊരു സ്റ്റാറ്റിക് ആയിട്ട് മുന്നോട്ട് പോകുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ഒരു പോളിസി മേക്കേഴ്സ് ആയിട്ട് വരുന്ന പോസ്റ്റുകളിലേക്ക് വരുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കണം ഈ രാജ്യത്തെക്കുറിച്ചും എല്ലാം തന്നെ. അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത്തരം പോസ്റ്റുകളിലേക്കുള്ള പരീക്ഷകളും ആ രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇപ്പൊ സിവിൽ സർവീസിന്റെ ഒരു പരീക്ഷാ ഘടന തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. അതിന്റെ ഒരു ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്. ഇന്ത്യയിൽ ഏതാണ്ട് ഒരു 10 ലക്ഷം ആൾക്കാരൊക്കെ ഈ പരീക്ഷയ്ക്ക് അപ്ലിക്കേഷൻ കൊടുക്കുകയും അതിൽ നിന്നൊരു 5-6 ലക്ഷം ആൾക്കാരൊക്കെ എല്ലാ വർഷവും പരീക്ഷ എഴുതുകയും അതിന്റെ ഒരു ഫസ്റ്റ് സ്ക്രീനിങ് കഴിയുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു 6 ലക്ഷം 7 ലക്ഷം ആൾക്കാർ എഴുതി കഴിഞ്ഞാൽ അതിലൊരു 10,000 ആൾക്കാരൊക്കെയാണ് ഒരു പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ വലിയൊരു അരിപ്പ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഫിൽട്ടർ പ്രോസസ്സ് നടക്കുമ്പോൾ തന്നെ അതിനകത്ത് നിന്ന് വേണ്ടാത്ത കുറെ ആൾക്കാർ എലിമിനേറ്റ് ചെയ്ത് കളയും. അപ്പൊ അതിന്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകാം. ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു 2 എക്സാമിനേഷൻസ് ഉണ്ടാവും. അത് പ്രിലിമിനറി എക്സാമിനേഷൻ ഒരു രാവിലെയും ഉച്ചക്കുമായിട്ട് നടക്കുന്ന 2 പേപ്പറാണത്. ആ പരീക്ഷ ക്വാളിഫൈ ചെയ്തവരാണ് ഈ സെക്കൻഡ് ലെവലിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഒരു മെയിൻസ് എക്സാമിനേഷനിൽ പോകുന്നത്. അപ്പൊ മെയിൻസ് എക്സാമിനേഷൻ എത്തുമ്പോഴേ കുറച്ചും കൂടെ കഠിനമായ രീതിയിലാണ് അതിന്റെ എക്സാംസ് വരിക. കാരണം പിന്നെയും ഒരു ഫിൽട്ടറും കൂടെ നടക്കാനുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ഈ സെലക്ട് ചെയ്യപ്പെട്ട 10,000 ആൾക്കാരിൽ നിന്നും പിന്നെയും കുറെ ആൾക്കാരെ അരിച്ചെടുത്തിട്ടാണ് അടുത്ത ഘട്ടത്തിലേക്ക് ഇന്റർവ്യൂയിലേക്ക് വിടുക. അപ്പൊ ആ ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള പരീക്ഷയാണ്, എഴുത്തു പരീക്ഷയാണ് ഉണ്ടാവുക. ഒരു 9ഓളം പേപ്പറുകൾ ഉണ്ടാവും, GS പേപ്പറുകൾ ഉണ്ടാവും, ഓപ്ഷണൽ പേപ്പറുകൾ. നമുക്ക് തന്നെ ചില വിഷയങ്ങൾ ഐച്ഛികമായിട്ട് എടുക്കാം. 10-26ഓളം സബ്ജക്റ്റുകൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. മലയാളമൊക്കെ നമുക്ക് ഓപ്ഷണലായിട്ട് എടുക്കാം. പിന്നെ അതുപോലെ എസ്സേ റൈറ്റിംഗ് ഉണ്ടാവും. ഇതൊക്കെ കൂടുന്നതാണ് ഈ പറയുന്ന ഒരു മെയിൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ മെയിൻസ് എക്സാമിനേഷനും കൂടെ കഴിഞ്ഞാൽ പിന്നീട് വരുന്ന 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ്. അപ്പൊ അത് നമ്മൾ ഡൽഹിയിൽ വെച്ച് നടക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ മെയിൻസിന്റെയും ഇന്റർവ്യൂവിന്റെയും കൂടെ നമ്മളുടെ എക്സാംസിന്റെ മാർക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക. അപ്പൊ ഇന്റർവ്യൂവും കൂടെ കഴിയുന്നതോടു കൂടിയാണ് നിങ്ങൾ ഈ ഒരു ഇതിന്റെ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ വരിക. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഏത് പോസ്റ്റുകൾ ലഭിക്കുമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന റാങ്കിനനുസരിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും മികച്ച റാങ്ക് കിട്ടുകയാണെങ്കിൽ IAS പോലുള്ള നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് എത്തും. ഇനി അതല്ല, അതിനപ്പുറത്തേക്ക് വരുമ്പം IPS പോലുള്ള പോസ്റ്റുകൾ, പിന്നീട് IFS പോലുള്ള പോസ്റ്റുകൾ, IRS പോലുള്ള പോസ്റ്റുകൾ, ഇങ്ങനെ ആ റാങ്കിങ് നേച്ചർ അനുസരിച്ച് നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള കുറേയധികം പോസ്റ്റുകളുണ്ട്. അപ്പൊ അത്തരം പോസ്റ്റുകളിലേക്ക് തന്നെ നമ്മൾ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന രീതിയിലേക്കാണ് ഈ എക്സാംസിന്റെ ഘടന ശരിക്കും ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും ഇത്രയും ഒരു ടഫായിട്ട് ഈ എക്സാം നടത്തുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് നിർബന്ധമായിട്ടും വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, നിങ്ങൾ രാജ്യത്തിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കീ പോസ്റ്റുകളിലേക്കാണ് പോകുന്നത്. അപ്പൊ നമുക്ക് പറയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ രാജ്യത്ത് നമ്മളുടെ ഭരണവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യം, അതായത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മളിപ്പോൾ ഈ ക്രിക്കറ്റ് കളിക്കുമ്പോഴൊക്കെ
ഈ നമുക്കെല്ലാവർക്കും ലോഡ്സ് പോലുള്ള ഗ്രൗണ്ടോ ഈഡൻ ഗാർഡൻ പോലുള്ള ഗ്രൗണ്ടോ നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ചെറിയ കണ്ടത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മുടെ പരിമിതമായ സൗകര്യത്തിൽ കളിക്കും. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് കളിക്കുമ്പോൾ നമ്മളൊരു നിയമം ഉണ്ടാക്കും, ആ ഗ്രൗണ്ടിനനുസരിച്ചുള്ളൊരു നിയമം. എന്തിനാ നിയമം? അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ആ ഗ്രൗണ്ടിന്റെ പരിമിതിക്കകത്തുനിന്നുകൊണ്ട് നമ്മൾ 6ഉം 4ഒക്കെ അടിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഔട്ടിന് ഒരു നിയമം ഉണ്ടാവും. അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കുന്നത് ആ കളി ഭംഗിയായി നടക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ രാജ്യത്തിന്റെ മുന്നോട്ട് പോക്ക്, ഈ രാജ്യത്തിന്റെ ഒരു പ്ലേ കൃത്യമായി നടക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കുറെ നിയമങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ കോൺസ്റ്റിറ്റ്യൂഷനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സിവിൽ സർവീസിലേക്ക് വരുന്ന ഒരാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. അതിനെ ബേസ് ചെയ്തുകൊണ്ട് രാജ്യത്തെ കാര്യങ്ങൾ നടപ്പിലാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു സിവിൽ സർവീസിലേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ച് അത്തരത്തിലുള്ളൊരു ബോധ്യമുള്ളായിരിക്കണം, അത്തരത്തിലുള്ളൊരു ആപ്റ്റിറ്റ്യൂഡ് ഉള്ള ആളായിരിക്കണം എന്നുള്ള നിർബന്ധം ആർക്കുണ്ട്? UPSCക്ക് ഉണ്ട്. രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഭാഗമായിട്ടുള്ള ഗവൺമെന്റുകളൊക്കെ തന്നെ മാറി മാറി വന്നേക്കാം. പക്ഷെ ഇവിടെ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു സിസ്റ്റമാണ്. അപ്പൊ ഇതിന് വളരെയധികം പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ ഈ പോസ്റ്റുകളിലേക്ക് നടക്കുന്ന പരീക്ഷ ആ രീതിയിലുള്ള പരീക്ഷയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സിവിൽ സർവീസിന് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മൾ സാധാരണ പറയാറുണ്ട്, ലോകത്തിലുള്ള ഏത് വിഷയങ്ങളെക്കുറിച്ചും അവർക്കൊരു മിനിമം നോളജ് ഒക്കെ ഉണ്ടാവണം. എന്നാൽ ചില കാര്യങ്ങളെക്കുറിച്ച് ഇൻഡെപ്തിലുള്ള നോളജും വേണം. എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും പഠിച്ചു കൊള്ളണമെന്നല്ല. ഇപ്പം സിവിൽ സർവീസിന് കൃത്യമായിട്ട് ഒരു സിലബസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു സിലബസിന്റെ ബേസിലുള്ള എക്സാംസ് ആണ്. എന്നാലും നമുക്ക് ലോകത്തെക്കുറിച്ചൊരു പെർസ്പെക്റ്റീവ് ഉണ്ടായിരിക്കണം. അപ്പൊ അതിനെന്താണ് നമുക്ക് ആവശ്യം? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമുക്ക് റീഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നേരത്തെ ഞാൻ റൊണാൾഡിന്റെ എക്സാമ്പിൾസ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് സിവിൽ സർവീസിലേക്ക് വരാൻ ഏറ്റവും കൂടുതൽ പ്രചോദനമായിട്ടുള്ള കാര്യം അദ്ദേഹത്തിന്റെ ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. അദ്ദേഹം റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ജനങ്ങളുമായിട്ട് നിരന്തരം സംസാരിക്കുന്നു. ഒഡീഷയിൽ ഈ സൂപ്പർ സൈക്ലോൺ ഉണ്ടായ സമയത്ത് അദ്ദേഹം അതുമായി ഇടപെട്ടുകൊണ്ട് ജനങ്ങളുമായി ഇടപെടുന്നു. അപ്പൊ അത്തരത്തിലുള്ളൊരു പോസ്റ്റിലേക്ക് വരുമ്പോഴുള്ള കാര്യം എന്താ? നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻസും നമ്മുടെ റീഡിങ്ങും റൈറ്റിങ്ങും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ആ രീതിയിലാണ് ഈ എക്സാംസും കാര്യങ്ങളും ഒക്കെ തന്നെ ക്രമീകരിക്കുന്നത്. അപ്പം നിങ്ങൾ അതിന് പര്യാപ്തമാവുന്ന രീതിയിലുള്ള ഒരു പഠന രീതികളും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾ നേരത്തെ അഭ്യസിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് വളരെയധികം ഗുണമായിരിക്കും. ഇനി അടുത്ത കാര്യം, ഈ എക്സാംസ് എഴുതാൻ എന്താണ് മാനദണ്ഡം എന്നുള്ളതാണ്. ഈ എക്സാം എഴുതാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് നിങ്ങൾക്ക് 21 വയസ്സുണ്ടായിരിക്കണം. ഏറ്റവും മിനിമം 21 വയസ്സുണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്തുണ്ടാവണം? ഒരു ഡിഗ്രി കിട്ടണം. നേരത്തെ റൊണാൾഡിന്റെ എക്സാമ്പിൾ, അദ്ദേഹം BCom പരീക്ഷ അദ്ദേഹം ഡിസ്റ്റൻസ് ആയിട്ട് പാസ്സാകുന്നു. ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ചാൽ മതി, റെഗുലർ ആയിട്ടും പഠിക്കാം, എങ്ങനെയും പഠിക്കാം. പക്ഷെ അംഗീകാരമുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് എന്ത് വേണം? ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ ഡിഗ്രി പാസ്സാവണം. ഡിഗ്രി പാസ്സായി നിങ്ങൾക്ക് 21 വയസ്സും പൂർത്തീകരിച്ചാൽ ഈ പരീക്ഷ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളൊരു ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെ ഈ പരീക്ഷ എഴുതാനുള്ള ഒരു പ്രായപരിധി 21 വയസ്സിനും 32 വയസ്സിനും ഇടയിലാണ്. ജനറൽ കാറ്റഗറിക്ക് 6 അറ്റംപ്റ്റ് എടുക്കാനുള്ള അവസരമുണ്ട്. 21നും 32 വയസ്സിനിടയിൽ 6 തവണ ഈ പരീക്ഷ എഴുതാം. ഇനി OBC റിസർവേഷൻ കാറ്റഗറി പെടുന്നവർക്കാണ് 21 തന്നെയാണ് സ്റ്റാർട്ടിംഗ് ഏജ്. പക്ഷെ 35 വയസ്സ് വരെ ഈ പരീക്ഷ എഴുതാം. അറ്റംപ്റ്റ് 9 അറ്റംപ്റ്റ് ഉണ്ടാവും. 6ന് പകരം ഒരു 3 അറ്റംപ്റ്റും കൂടെ കൂടുതൽ ലഭിക്കും. SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 21 വയസ്സ് മുതൽ 37 വയസ്സ് വരെ ഈ പരീക്ഷ എഴുതാം. അറ്റംപ്റ്റിന് പ്രത്യേകിച്ച് ലിമിറ്റേഷൻസ് ഒന്നുമില്ല, അൺലിമിറ്റഡ് ആണ്. എല്ലാ വർഷവും സിവിൽ സർവീസിന്റെ പരീക്ഷ നടക്കുന്നുണ്ട്. എല്ലാ വർഷവും ഓരോ അറ്റംപ്റ്റ് എടുക്കാം. അപ്പൊ ഈ രീതിയിലാണ് പരീക്ഷയുടെ അതിന്റെ ഏജ് ക്രൈറ്റീരിയയും അതുപോലെ നമുക്ക് കിട്ടുന്ന അറ്റംപ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ പോകുന്നത്. ഇനി എപ്പോഴാണ് നമ്മൾ ഈ സിവിൽ സർവീസിന് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇപ്പൊ സിവിൽ സർവീസിന്റെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഏത് സ്റ്റേജിൽ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ പറയാം, സിവിൽ സർവീസ് വളരെ ഏർലി സ്റ്റേജിൽ പഠിച്ചിട്ട് സർവീസിൽ വന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഒരു 1-2 വർഷം മാത്രം പഠിച്ചിട്ട് സിവിൽ സർവീസ് വന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഏർലി സ്റ്റേജിൽ തന്നെ പഠിച്ച് സർവീസിൽ എത്താത്തവരുണ്ട്. വളരെ ഷോർട്ട് ടൈമിൽ പഠിച്ചിട്ട് എത്താത്തവരുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ചിട്ട് സിവിൽ സർവീസ് നേരത്തെ പഠിക്കണോ അല്ലെങ്കിൽ വളരെ വൈകി പഠിക്കണോ എന്ന് ആർക്കും പറയാം. അത് ഓരോ വ്യത്യസ്തമായ കോൺടെസ്റ്റുകളിൽ മാറി മാറി വരും. ഇൻഡിവിജ്വൽ ആയിട്ടൊരു കാര്യമാണത്. പക്ഷെ ഞാൻ പറയുന്നത്, ഏതൊരു കാര്യവും നമുക്ക് നേരത്തെ പഠിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും വരാനില്ല. അതുകൊണ്ട് നമുക്ക് ഗുണം മാത്രമേ ലഭിക്കാനുള്ളൂ. ഞാൻ വളരെ സിമ്പിളായൊരു എക്സാമ്പിൾ സാധാരണ ക്ലാസ്സുകളിൽ പറയാറുണ്ട്. നമ്മൾ ഈ ഒളിമ്പിക്സ് പോലുള്ള ഈവെന്റുകളൊക്കെ നിങ്ങൾ കാണാറില്ലേ? സ്പോർട്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈവെന്റ് ആണതല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഈവെന്റിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ, നമ്മൾ ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യം, ഒരുപാട് ജനങ്ങളുള്ള രാജ്യം, ഈ രാജ്യം അതുപോലെ നമ്മുടെ അത്രയും തന്നെ പോപ്പുലേഷൻസ്, ഇപ്പം നമ്മളെക്കാൾ കുറവ് പോപ്പുലേഷൻസ് ഉള്ള ഇപ്പം ചൈന പോലുള്ള രാജ്യങ്ങൾ എടുക്കുമ്പം, ഇന്ത്യയും ചൈനയും തമ്മിലൊരു ഒളിമ്പിക്സ് കോമ്പറ്റീഷനിൽ വരുമ്പം അതിൻ്റെ മെഡൽ നില നിങ്ങൾ പരിശോധിച്ചാൽ മതി. ഇന്ത്യയിലെ മെഡലിനേക്കാളും ഒരു 10 ടൈംസ് മെഡലെങ്കിലും എപ്പോഴും ചൈനയ്ക്ക് കിട്ടാറുണ്ട്. ഇന്ത്യക്ക് ഒരു 10 മെഡൽ കിട്ടിയാൽ ചൈനയ്ക്ക് ഒരു 100 മെഡൽ ലഭിക്കാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈ വ്യത്യാസം വരുന്നത്?
ആ വ്യത്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പരിശീലനത്തിൻ്റെ കുറവും വളരെ ഏർലി സ്റ്റേജിലുള്ള പരിശീലനത്തിൻ്റെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യവും നമുക്ക് ലഭിക്കാൻ വളരെ നേരത്തെ തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻസ് ആരംഭിക്കാം. എന്ന് വെച്ച് നമ്മുടെ നേരത്തെ തന്നെ സിവിൽ സർവീസിൻ്റെ സിലബസ് ഇരുന്ന് പഠിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് നമുക്ക് ഏർലി സ്റ്റേജിൽ കുറേ കാര്യങ്ങൾ സ്കില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒരു കോമ്പറ്റീഷൻ എക്സാംസിന് വേണ്ട കുറേ ഘടകങ്ങൾ നമുക്ക് ചെറുപ്പത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ രീതിയിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഏർലി സ്റ്റേജ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഏർലി സ്റ്റേജ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒളിമ്പിക്സിൽ കിട്ടുന്ന അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഈ പറയുന്ന കോമ്പറ്റീഷൻ എക്സാമിന് ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് സ്കൂൾ ലെവൽ മുതലും നമുക്ക് ഹയർ സെക്കൻഡറി ലെവലിലും കോളേജ് ലെവലിലും ഒക്കെ ഇതിൻ്റെ തന്നെ സപ്പോർട്ടീവ് ആയിട്ടുള്ള കുറേ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യുന്നത് കൂടുതൽ റിസൾട്ട് പെട്ടെന്ന് കിട്ടാൻ, നമ്മുടെ ലക്ഷ്യത്തിൽ പെട്ടെന്ന് എത്താൻ നമ്മളെ സഹായിക്കാറുണ്ട്. എന്ന് വെച്ച് എല്ലാവരും വളരെ ഏർലി സ്റ്റേജിൽ തന്നെ ഇത് പഠിച്ചു കൊള്ളണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ പൊതുവായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അത് എല്ലാവർക്കും അതേ രീതിയിൽ തന്നെ അപ്ലിക്കബിൾ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ചെയ്യുന്നത് കൂടുതൽ ഉപകാരപ്രദമാവും. ഇനി ചിലരുടെ ചോദ്യമുണ്ട്, നമുക്കൊരു സിവിൽ സർവീസ് പഠിക്കാൻ ഏതെങ്കിലും അക്കാഡമിയിൽ പോയിട്ട് തന്നെ പഠിക്കണം നിർബന്ധമുണ്ടോ? അക്കാഡമിയിൽ തന്നെ പോയിട്ട് പഠിക്കണം യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് അക്കാഡമിയിൽ പോകാതെ ഇപ്പോൾ റൊണാൾഡോ റോസിൻ്റെ എക്സാം അദ്ദേഹം സ്വന്തമായി ഇരുന്ന് അദ്ദേഹത്തിൻ്റെ ഈ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ബാക്കി സമയത്തിൽ അദ്ദേഹം പഠിച്ചു. പക്ഷേ ചിലരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ അക്കാഡമിയിൽ പോകാതെ പഠിക്കുമ്പം ഒരു കൃത്യമായ ഒരു സിസ്റ്റം അവർക്ക് ഫോളോ ചെയ്യാൻ ഉണ്ടാവില്ല. അവർക്ക് തോന്നുന്ന രീതിയിലൊക്കെ പഠിക്കും. തെറ്റായ പല മാർഗങ്ങളും സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് എന്ത് കിട്ടില്ല, നമുക്ക് പലപ്പോഴും റിസൾട്ട് കിട്ടാൻ ചിലപ്പം വൈകാറുണ്ട്. അതുകൊണ്ട് ഒരു കോച്ചിങ് സ്ഥാപനത്തിൽ പോയി പഠിക്കുന്നത് പലപ്പോഴും പല ആൾക്കാർക്ക് ഉപകാരപ്പെടാറുണ്ട്. പഠിക്കണം എന്നുള്ള നിർബന്ധങ്ങളൊന്നുമില്ല ഈ പരീക്ഷ എഴുതാൻ. പക്ഷെ പഠിച്ചാൽ കുറച്ചും കൂടെ നമുക്ക് ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ഇരുന്ന് പഠിക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന നല്ല റിസൾട്ട് കിട്ടാൻ അത് കൂടുതൽ ഉപകാരപ്പെടാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അക്കാഡമി ആശ്രയിക്കുന്നത് കൂടുതൽ ഇത്തരത്തിലുള്ള നല്ല റിസൾട്ട് കിട്ടാൻ ചിലപ്പോൾ സഹായിക്കാറുണ്ട്. അപ്പം ഇതാണ് ഇതിനെക്കുറിച്ച് പൊതുവിൽ പറയാനുള്ളത്. അപ്പോൾ സിവിൽ സർവീസിൻ്റെ ഏരിയ ഞാൻ പറയുന്നത് മറ്റേതൊരു കോമ്പറ്റീഷൻ എക്സാംസ് പോലെയും നമുക്ക് വളരെ കാമായിട്ട് എഴുതാൻ പറ്റുന്ന എക്സാമിനേഷനാണ്. മറ്റുള്ള എക്സാമിനേഷനേക്കാൾ കൂടുതൽ കുറച്ച് ടഫ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിന് നമുക്ക് കൃത്യമായ പരിശീലനത്തിലൂടെ നമുക്ക് മറികടക്കാൻ വേണ്ടി സാധിക്കും. അപ്പം ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പം ഈ ഒരു ടോപ്പിക്ക് എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെടുന്ന ടോപ്പിക്. കാരണം ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഓൾറെഡി ഞങ്ങളുടെ അക്കാഡമിയും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പോകുന്നുണ്ട്. അപ്പം നിങ്ങളെപ്പോലുള്ള കുട്ടികളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ എന്നെ സംബന്ധിച്ച് സാധിക്കുന്നുള്ളതാണ് ഈ വീഡിയോ ഞാൻ സ്പെഷ്യലി ചെയ്യാനുള്ള ഒരു കാരണം സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂൾ ലെവലിലും കോളേജ് ലെവലിലും ഇനി ഒരു പൂർണ്ണമായും ഒരു ഡിഗ്രി പഠനം കഴിഞ്ഞ് എവിടെയെങ്കിലും മാറി നിന്ന് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യാൻ ഇന്ന് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലോ ഇനി നേരിട്ട് വിളിച്ചോ അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. ഇനി ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ പഠനം ആരംഭിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലുകളിലും നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ തന്നെ ഒരുപാട് കണ്ടന്റുകൾ നമ്മൾ റെഗുലറായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം കണ്ടന്റുകളൊക്കെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇതിൻ്റെ പഠനങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആരംഭിക്കാം. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സിവിൽ സർവീസിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. നിലവിൽ നമ്മുടെ സിവിൽ സർവീസിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ സെഷൻസ് ഒക്കെ എടുക്കുമ്പോൾ ഒരു മണിക്കൂറൊക്കെ നീളുന്ന ഒരു സെഷൻസ് ആണ് ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ സംശയങ്ങൾ കൂടെ വരുമ്പോൾ അതിനുള്ള ആൻസറും കൂടെ ഞാൻ തരാറുണ്ട്. ഇപ്പം ഞാൻ നിലവിൽ ഒരു എക്സാംസിൻ്റെ ഒരു നിലവിൽ എക്സാംസ് എങ്ങനെയാണ്, ഒരു 3 ലെവലിലാണ് എക്സാംസ് വരുന്നത്, അതുപോലെ അത് എഴുതാനുള്ള പ്രായപരിധി, എത്ര ടൈം കിട്ടും, അങ്ങനെയുള്ള ഏറ്റവും ബേസിക് ആയിട്ട് പെരിഫറലായിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ആൻസർ ചെയ്യാൻ തരുന്നതായിരിക്കും. സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും, നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു കോഴ്സ് എടുത്ത് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ നിങ്ങളിപ്പം സ്കൂൾ ലെവലിൽ പഠിക്കുന്നു, +2 ലെവലിൽ പഠിക്കുന്നു, അങ്ങനെ നിങ്ങൾക്ക് ഒരു കോഴ്സ് എടുത്ത് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് വിശ്വസിക്കുന്നത്. ഈ വീഡിയോ തീർച്ചയായിട്ടും ഒരു സ്കൂൾ ലെവൽ മുതൽ അങ്ങ് ഹയർ ലെവൽ വരെയുള്ള കുട്ടികൾക്കും പേരൻസിനൊക്കെ കാണേണ്ടുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നിർബന്ധമായി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം സിവിൽ സർവീസിനെ കുറിച്ച് ഒരുപാട് മിത്തുകൾ പോകുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടേത്. ഞാൻ വളരെ സിമ്പിളായിട്ട് ഫൈനലി പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്കും അങ്ങനെ ഒരു പാഷൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കും സിവിൽ സർവീസ് നേടിയെടുക്കാം. അങ്ങനെയുള്ള ആയിരക്കണക്കിന് എക്സാമ്പിൾ നമ്മുടെ മുമ്പിലുണ്ട്. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും. അത്തരം വീഡിയോസ് നിങ്ങൾക്ക് ആദ്യമേ കാണുന്നതിന് വേണ്ടി നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തുക. സോ താങ്ക് യു ഈ വീഡിയോ കണ്ടതിന്.